ഹേ ഗായ്സ്, അപ്പം എന്താ പറയുന്നത്, വളരെ ഒരു വിഷമമായിട്ടുള്ള സമയത്തൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം 2 ആഴ്ച കൊണ്ട് നമ്മൾ അർജുൻ്റെ പ്രശ്നമായിരുന്നു. അതേപോലെ നമ്മളെ മലയാളിയുടെ എല്ലാ വീട്ടിലും ടി വികളിൽ ന്യൂസ് തന്നെയായിരുന്നു നമ്മൾ അർജുൻ്റെ. അതും എല്ലായിടത്തും ന്യൂസ് ചാനൽ തന്നെ ആയിരിക്കും എല്ലാവരും കാണുന്നത്. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ള മൂഡ് മൊത്തം പോയെന്ന് പറയാം. ഷോക്കായി പോയി അല്ലേ. ഇന്നലെ രാത്രി കിടന്നപ്പോഴൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. മഴ അത്രയ്ക്കും ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ നമ്മള് മുറുവിന്റെ വീട്ടിലായിരുന്നു. പോയിട്ട് നമ്മൾ പുല്ലൂര് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തൊരു മഴയായിരുന്നു. കാറ്റും റോഡ് പോലും കാണാൻ പറ്റുന്ന രീതിയിൽ മഴയായിരുന്നു. ചോദിച്ച് വണ്ടി ഒതുക്കണം, പക്ഷെ വണ്ടി ഒതുക്കാനും പേടി. അതാ വിശ്വസിച്ച് നമുക്ക് വണ്ടി ഒതുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഭയങ്കര കാറ്റായിരുന്നു ഗൈസ്. മരം ഇങ്ങനെ ആവുന്ന അവിടെ പറ്റം പറയല്ല. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ആ വാർത്തയും കൂടി കേട്ടപ്പോൾ ആകെപ്പാടെ ഷോക്ക്ഡായി. ഞങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മളെ വയനാട് മുണ്ടക്കൈയിലുണ്ടായ ആ ഒരു ദുരന്തം. ഏതാണ്ട് ഇപ്പം 400 വീടുകൾ, ഇപ്പം 48 മരണം എന്തോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. എന്തോ പറയാ, രാവിലെ എണീറ്റ് സത്യം പറഞ്ഞ ഒരുമാതിരി ആയിപ്പോയി. ഇത്രയും നേരം ന്യൂസ് ചാനലിന്റെ ഫ്രണ്ട് ഇരിക്കുവായിരുന്നു കേട്ടോ. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പൊ നടക്കുന്നില്ല. കാരണം അവിടുത്തെ പാലമൊക്കെ പൊളിഞ്ഞു പോയിട്ട് അവിടെ പോകാനായിട്ട് ഒരു പാലം ഉണ്ട് ഉള്ളത്. ആ പാലം അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റൂല. പറ്റുന്നില്ല. ഒരു 3 പേരെന്തോ രാവിലെ ന്യൂസിൽ കണ്ടത്, ആർമിക്കാർ 3 പേരെന്തോ റോപ്പ് വഴി എന്തോ അതുവഴി പോയിട്ടുള്ളൂ. ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്തുവാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന രാവിലെയാണ്. അത്രയും ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നു. അതിനകത്ത് കുറേ അമ്മമാരും കുഞ്ഞുങ്ങളും വൃദ്ധരും എല്ലാവരും ഒരു കുടുംബമല്ലേ കേസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നമ്മളിങ്ങനെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. രാത്രി അത് എനിക്കൊന്ന് 1:30 സമയത്തങ്ങണ്ട് എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. എനിക്ക് കറക്റ്റ് സമയം സമയത്താണ്. നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കൊന്നും ഒന്നും അറിയില്ല. ഞാൻ കണ്ടായിരുന്നു ഒരു ന്യൂസ് ചാനലിൽ ഇവര് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇങ്ങനെ പറയണം. അവര് ഉറങ്ങി കിടന്നതാണ്. പെട്ടെന്ന് സൗണ്ട് ഉണ്ടായി എണീറ്റ സമയത്ത് തന്നെ വീടിനകത്തൊക്കെ വെള്ളം കയറി, കഴുത്തറ്റം വെള്ളം പൊങ്ങി. അവർ പിന്നെ വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ കയറിയാണ് നിന്നേന്ന്. നമ്മൾ രാവിലെ ന്യൂസിലൊക്കെ കണ്ടത് ഒരു ടൗണിന്റെ ഒരു വിഷ്വൽ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു കടകളും ആ കടകളിലൊക്കെ ഇടിച്ചു കയറി കാറ് കിടക്കുന്നതും ട്രക്ക് മറിഞ്ഞു കിടക്കുന്നതും ഓട്ടോ, സ്കൂളിന്റെ സൈഡെല്ലാം ഒരു സ്കൂള് ഫുള്ള് പോയി ഗൈസ്. അതിന്റെ ഒരു ആഫ്റ്ററും ബിഫോറും ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ ഒരു സ്കൂളിന്റെ സൈഡിൽ കൂടെയാണ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്കൂളേ ഇല്ല ഇപ്പൊ അവിടെ, അവശിഷ്ടമായി മാറിയെന്ന് പറയാം. അവിടെ ഫുള്ള് ഇങ്ങനെ ചെളിയുടെ ഒരു കൂമ്പാരം തന്നെ കേട്ടോ. തവളപ്പാറയിലൊന്നും ഇത്രയും വലിയൊരു ദുരന്തം ഇല്ലെന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഏതാണ്ട് 48ഓളം മരണങ്ങള് സ്ഥിരീകരിച്ചു. എത്ര വരെ കൗണ്ട് പോകുമെന്നും ആർക്കും അറിയില്ല. എത്ര കൗണ്ട് അങ്ങനെ പോവാതിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ. രാവിലെ ഞാൻ സത്യം പറഞ്ഞ ന്യൂസ് തുറക്കുമ്പോഴേ വിട്ടപ്പോഴേ ഒരാളൊരു ചെളിയിൽ കിടക്കുന്ന ഒരു വിഷ്വലാണ് ഞാൻ കണ്ടത്. പക്ഷെ ആ പുള്ളി ഇപ്പൊ രക്ഷിച്ചു കേട്ടോ. ഇപ്പൊ ആ പുള്ളി എടുത്ത് ഒരു ചെളിയിൽ ഇങ്ങനെ കിടക്കുന്നതും പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ എത്താൻ പറ്റുന്നില്ല. കാരണം ചെളി എന്ന് പറഞ്ഞാൽ ആഴത്തിലെ കിടക്കുന്നത്. പുള്ളിയുടെ ഈ നെഞ്ചോളം പുള്ളി ഇങ്ങനെ തല മാത്രമേ ഉള്ളൂ. പുള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം കുറേ ഒരു 2 മണിക്കൂർ ഞാൻ ന്യൂസ് ഇട്ട് നോക്കിയപ്പം രക്ഷാപ്രവർത്തകർ എൻ്റെ അടുത്തെത്തി. ഇപ്പം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് പുള്ളിയെ രക്ഷിച്ച് പുള്ളിയെ കര കയറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം മെയിനായിട്ട് ഗൈസ്, ആരും ഈ സമയത്ത് അധികം യാത്രകൾ ചെയ്യാനോ അല്ലെങ്കിൽ പോയി വെള്ളത്തിൽ ചാടാനോ നദികളിൽ ഇറങ്ങാനോ ഒന്നും നിൽക്കില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഒരു കുടുംബം വന്നിട്ട് നോർത്തിയിൽ പൂനെന്നോ ഇവിടെ നിന്നങ്ങാണ്ട് വന്ന് ഒരു കുടുംബ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി ഒറ്റ സെക്കൻഡ് കൊണ്ട് വെള്ളം വന്നു, എല്ലാവരും ഒലിച്ചു പോയി. മാക്സിമം അറിയാത്ത സ്ഥലങ്ങളിൽ പോയി വെള്ളത്തിൽ ഇറങ്ങാനോ ചാടാനോ ഒന്നിനും നിൽക്കരുത്. ആവശ്യമില്ലാത്ത എല്ലാ യാത്രകളെല്ലാം ഒഴിവാക്കുക. ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ വരുന്ന വഴിക്ക് മൃദുലയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു മെസ്സേജ് വന്നു. ഈ ശക്തമായ മഴയും കാറ്റുമാണ്. നമ്മൾ ആ കാറ്റും കൂടി ഡേഞ്ചറാണ്. കാരണം നമ്മളറിയില്ല, നമ്മളെ വീടൊക്കെ ആകെപ്പാടെ ചുറ്റപ്പെട്ട് മരങ്ങളും ഇലക്ട്രിക്കൽ പോസ്റ്റുകളും അതൊക്കെയാണ്. സ്പീഡ് എത്ര 50 കിലോമീറ്റർ നമ്മൾ തന്നെ സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇനി കുറച്ച് ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 4-5 ദിവസമാണ് പറയുന്നത്. ഏതൊക്കെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഇതുണ്ട്, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 5 സംസ്ഥാനങ്ങളിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ആണെന്ന് തോന്നുന്നു. ഈ 5 സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടാണ്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിലൊക്കെ പോയ കുറേ പേരുടെ കുടുങ്ങി കിടപ്പുണ്ട്.
മെയിൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആ പാലം പൊളിഞ്ഞത് ഫുള്ളൊരു എല്ലാം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ ഇന്റർനെറ്റ്, വൈദ്യുതി എല്ലാം ആ ഒരു സ്ഥലം ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരും മണിക്കൂറുകളിലൊക്കെ അതൊക്കെ എല്ലാം സോൾവ് ആയി എല്ലാവരും രക്ഷിക്കട്ടെ, എല്ലാവരെയും റിക്കവർ ചെയ്ത് എടുക്കട്ടല്ലേ. അതെ, നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ ഇതിലും വലിയ കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഉറപ്പായിട്ട് റെസ്ക്യൂ ചെയ്യും. പിന്നെ നമ്മളെല്ലാരും വെച്ചാൽ നമ്മളൊരു ഐക്യം, കേരളത്തിന്റെ ഐക്യം നമ്മളിപ്പോൾ കണ്ടതാണ്. നമ്മളെ അർജുൻ ചേട്ടന്റെ ആ ഒരു വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. നമുക്കൊന്നൊരാളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാരും കൂടെ നിൽക്കും നാട്ടുകാർ. അതിപ്പം അവിടെ എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമ്മൾ കണ്ടില്ല, ഒരു ഉദ്യോഗസ്ഥർ മാത്രമേ അതിന് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ നാട്ടുകാരും എല്ലാവരും ഒന്നിച്ച്, അത് ഏത് രാത്രി ആയിക്കോട്ടെ, ഏതൊരു പ്രശ്നം ആയിക്കോട്ടെ വരുമ്പോൾ നമ്മളെല്ലാരും ഒരുമിച്ച് അത് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനില്ല. എല്ലാവരെയും എത്രയും പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. എടാ, ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായതാണ്. ആ ഒരു നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ആ ഒരു പ്രശ്നം ഉരുൾ പൊട്ടുന്നതേ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തു നിന്നാണ് അത് പൊട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ താഴെയാണ് നമ്മുടെ മുണ്ടക്കൈ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ടൗണും ഈ ഒരു വീടും ഇത്രയും വീടുകളുള്ളത്. അത് ആ മലയിൽ നിന്നാണ് വെള്ളം വരും. കുറെ സ്ഥലങ്ങളിലില്ല, അവിടെ ഫുള്ള് ആ നദി വരുന്ന ഒരു ഭാഗത്താണ്. പക്ഷെ ഇനി താഴോട്ട് വരുമ്പോൾ മേലെന്ന് പൊട്ടിയാണ് വരുന്നിട്ട് നാണ്ട് അത്രയും ഇതൊക്കെ വീടുകളാണ്. ഈ സൈഡ് ഫുള്ളാണ്, ഈ സൈഡ് ഫുള്ള് വീടുകളാണ്. ഈ സൈഡ് ഫുള്ള് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 400ഓളം വീടുകളുണ്ടെന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത്. നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാൻ ചാൻസ് ഉണ്ട് ഉള്ളത്. അതിൻ്റെ താഴെയാണ് നമ്മൾ ആ സ്കൂളൊക്കെ കണ്ടില്ലേ, ഈ ഒരു പാലം കണ്ട, ഈ ഒരു പാലമാണ് നമ്മൾ പോയി എന്ന് പറഞ്ഞില്ലേ ഒരു പാലം. അപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് എത്താനായിട്ട് ഈ ഒരു പാലം ത്രൂവേ മാറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പാലം പോയത് ഭയങ്കര ഒരു രക്ഷാപ്രവർത്തനം എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത്രയും ദൂരത്തുനിന്ന് മൃതദേഹങ്ങൾ പലതും അവിടെ നിന്ന് കണ്ടെടുത്തെന്നൊക്കെ പറയുന്നത്. ഇത്രയും ദൂരെ പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡ്രോൺ ഷോട്ടാണ് നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലത്ത്. നോക്കി, ഈ സ്ഥലങ്ങളിലൊക്കെ വീടുണ്ടായിരുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം പോയി, ചളിയും കല്ലും. അതെ അതെ, മൊത്തം. ഇത് നമ്മുടെ ആതിരപ്പള്ളിയിലെ വിഷ്വലാണ്, നമ്മൾ പോയ ആതിരപ്പള്ളി. ശരിയാ, നമ്മൾ ആ ഒരു സ്ഥലം കണ്ട ആ ഷെഡ് എത്ര വെള്ളം വന്നാലും ആ ഷെഡ് പൊളിഞ്ഞു പോകില്ല. നോക്ക് ആതിരപ്പള്ളി വിഷ്വൽ നോക്ക്, നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എത്രയൊക്കെ ആയാലും ചിലർക്ക് ഇത് ഭീകരത മനസ്സിലാവാതെ പോവും. ചില ആൾക്കാരുണ്ട് വെള്ളം കാണാൻ വീണ്ടും പോകും. അങ്ങനെ ഒരിക്കലും ചെയ്തു, ഭയങ്കര അപകടം. നമുക്ക് ആ ആതിരപ്പള്ളി ഇടയ്ക്ക് മുംബൈയിൽ എവിടെയുള്ളൊരു ബ്ലോഗർ തെന്നി വീണായിരുന്നു. പിന്നെ നമുക്ക് ഈ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം ഇത് അത്രയും ഫോഴ്സിൽ പൊട്ടി ഒലിച്ചു വരുന്ന മണ്ണും ചെളിയാണ്. അതിൻ്റെ അടിയിൽ എത്ര പേര് ഉണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ റെസ്ക്യൂ ചെയ്യുന്നതിന് അതിൻ്റെതായ റിസ്കുകളും ഉണ്ട് അല്ലേ. അർജുൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ലോറി നമ്മൾ അന്ന് ആ ന്യൂസ് നമ്മുടെ ലോറി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ ലോറിക്കകത്ത് അർജുനില്ല എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എല്ലാ വീട്ടമ്മമാരും ഒന്നിച്ച് നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കാര്യത്തിൽ. കാരണം അത്രയും നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നവർ തന്നെ ഒഴുകി പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവനും ആപത്താണ്. അപ്പം എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട്. ആരെയും കുറ്റം പറയേണ്ട ആവശ്യമൊന്നും. നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ ഒരു അലസത ഉണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ ന്യൂസൊക്കെ നമ്മളെ ന്യൂസ് ചാനലൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്തു. അവരൊക്കെ അത് ഫസ്റ്റ് ടൈം ആർമി വന്നിട്ട് അവർ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാണ്ട്, റഡാർ സിസ്റ്റം ഒന്നും കൊണ്ടുവരാണ്ട് വെറുതെ കയ്യും വീശിയൊക്കെ ഒന്ന് കുറേ അനാസ്ഥ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ മറ്റേ ഡ്രോണൊക്കെ പറത്തി അതൊക്കെ പിന്നെ അതൊക്കെ കുറച്ചും കൂടെ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇതിപ്പം പിന്നെ അതുമല്ല, ഇവർ എടുത്ത മണ്ണൊക്കെ വീണ്ടും അവിടെ ഇവിടെ ഒരു കോർഡിനേഷൻ ഒന്നിനൊരു പ്ലാനിങ് ഇല്ലാതെ ചെയ്ത ഒരു സംഭവമായിരുന്നു തുടക്കത്തിൽ. ഒരു അനാസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ന്യൂസ് ചാനൽ കവർ ചെയ്തതാണ്. പിന്നീട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇപ്പം നിർത്തി വെച്ചെന്നാണ് അറിയുന്നത്. അതെ, നമ്മളൊരു വിഷമം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം നിങ്ങളും ഇതൊരു എന്താ പറയുക, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കുക. നിങ്ങളും മാക്സിമം എല്ലായിടത്തും യാത്രകളും കാര്യങ്ങളൊക്കെ കറങ്ങാൻ ഈ വെള്ളത്തിലൊക്കെ പോകാതിരിക്കുക. ഇത് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. ബൈ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും അല്ലേ സേഫായിട്ട് സെറ്റായിട്ടിരിക്കുക. ബൈ ഗൈസ്.